അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസ് അതിലെ 12-ാമത്തെ പാഠം, 1-ാമത്തെ പാർട്ടാണ്. അൽ മഅസൂമൂൻ, പാപമുക്തർ എന്ന പാഠം. പാപം ചെയ്യാത്തവർ, പാപം ചെയ്യാൻ കഴിയാത്തവർ എന്നൊക്കെ അർത്ഥം. ഉസ്താദ് ചരിത്രം പറഞ്ഞു തുടങ്ങി. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുറൈശികൾ ആദരിക്കുന്ന ഒരു ബിംബമുണ്ടായിരുന്നു. ബിംബം പറഞ്ഞാൽ മണ്ണ് കൊണ്ടോ കല്ലും കൊണ്ടോ ഒക്കെ മനുഷ്യന്മാർ കൊത്തിയുണ്ടാക്കി ആരാധിക്കപ്പെടുന്ന വസ്തു. വർഷത്തിൽ ഒരു ദിവസം അവർ അതിനടുത്തു ചെന്ന് ഭജനമിരിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ഭജനമിരിക്കുക പറഞ്ഞാൽ സാധാ ഇരുത്തല്ല, ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടിരുത്തും. നമ്മൾ പള്ളിയിലൊക്കെ ഇഅ്തികാഫ് ഇരിക്കുക, അതേപോലെ ആരാധിക്കപ്പെടുന്ന വസ്തുവിൻ്റെ മുമ്പിൽ ഇരിക്കുക, ഭജന ഇരിക്കുക. ആഘോഷത്തിന് കൂടെ വരാൻ അബൂ ത്വാലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിമാരും ആവശ്യപ്പെട്ടു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായപ്പോഴുള്ള കഥ പറയണം. അപ്പോൾ ചെറിയ കുട്ടിയാവുമ്പോൾ ഇങ്ങനെ മക്കത്ത് വലിയൊരു ആഘോഷം നടക്കുന്നുണ്ട്. അതിൽ പോവുകയാണ് അബൂ ത്വാലിബ്. അപ്പോൾ മുഹമ്മദ് ആകുന്ന കുട്ടിനെ വിളിച്ചു. അബൂ ത്വാലിബും അമ്മായിമാരൊക്കെ പോരി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായില്ല. ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോയി. കണ്ണുരുട്ടി പേടിപ്പിച്ച് കൊണ്ടുപോയി. കാരണം ഉമ്മയില്ല, ഉപ്പിയില്ല, വല്യുപ്പിയില്ല, ഇവരൊന്നുമില്ലാതെ വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ പിന്നെ അവരെ കീഴിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അപ്പോൾ ഒരു കണ്ണുരുട്ടി കാണിച്ചപ്പോൾ എന്ത് ചെയ്തു? പോയി. ഇനി പറയാം, പോയിട്ടോ ആഘോഷ സ്ഥലത്തെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ഭയം കണ്ട് അമ്മായിമാർ ചോദിച്ചു, ആൻറ്റിമാർ ചോദിച്ചു, മോനെ നിനക്കെന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ബിംബത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ വെളുത്ത ഉയരമുള്ള ഒരാൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ അട്ടഹസിച്ചു, ഉറക്കെ പറഞ്ഞു, മുഹമ്മദേ, ആ ബിംബത്തെ തൊടരുത്, പിറകോട്ടു പോകൂ. കുട്ടിയല്ലേ, കുട്ടിയാവുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് അട്ടഹസിച്ചിട്ട് ആട്ടി വിട്ടില്ലേ. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നീട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഉസ്താദ് തുടർന്നു, മനുഷ്യരെ നേർവഴിയിലാക്കാൻ അല്ലാഹു നിയോഗിച്ചവരാണ് അമ്പിയാക്കൾ. അതിനാൽ അവർ പാപസുരക്ഷിതരാണ്. നുബുവത്തിൻ്റെ മുമ്പോ ശേഷമോ അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല. അപ്പം മനുഷ്യന്മാരെ നേരെയാക്കാൻ വന്ന ആളുകളാണ് നബിമാർ. ഓലേക്കൊന്ന് തെറ്റുണ്ടായാൽ ആളുകൾ പറയില്ലേ, നബി ചെയ്യാണ്, അതുകൊണ്ട് ഞാനും ചെയ്യാന്ന് അറിയൂലേ. അപ്പം അതുകൊണ്ട് ഒരു പാപം ചെയ്യാത്ത ആളുകളാണ്.
നുബുവത്ത് പറഞ്ഞാൽ നബിയായിട്ട് രംഗത്തേക്ക് വരിക. നുബുവത്ത് കേട്ടോ, നബിയായി നിയോഗിക്കുക. അതിന് മുമ്പ് തന്നെ എന്തുണ്ടാവില്ല, തെറ്റുകൾ ഉണ്ടാവില്ല. ശേഷം പറയും വേണ്ട. മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ, അവരിൽ പ്രധാനികൾക്ക് മുർസലുകൾ എന്ന് പറയുന്നു. നബിമാരിൽ പ്രധാനികൾക്ക് പറയുന്ന പേരാണ് മുർസലുകൾ. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമരാണ് ഉലുൽ അസ്മുകൾ. ഇവരുടെ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ, ഒരു സമൂഹമാണ് മനുഷ്യർ. അതിലേറ്റവും ഉത്തമരാണ് നബിമാർ. നബിമാരിൽ ഏറ്റവും പ്രധാനികളാണ് മുർസലുകൾ. മുർസലീങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഉലുൽ അസ്ം. അവരുടെ നേതാവാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ചോദ്യം ഉണ്ടാവുമല്ലോ, ക്ലാസ് ആകുമ്പോൾ കുട്ടികൾ ചോദിക്കുക. ഇർഫാൻ ചോദിച്ചു, അമ്പിയാക്കൾ അസാധാരണ മനുഷ്യരാണ്. അവർ അസാധാരണ കേൾവിയും അതിൻ്റെ കുട്ടികൾ വിട്ടുപോയില്ലേ. അവർക്ക് രോഗമുണ്ടാകുമോ? ഇർഫാൻ ചോദിച്ചു. ഇർഫാൻ്റെ ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇർഫാൻ ചോദിക്കുക, ഉസ്താദ് നബിമാർക്ക് രോഗം ഉണ്ടാവുമോ? ഉസ്താദിൻ്റെ മറുപടി, അമ്പിയാക്കൾ അസാധാരണ മനുഷ്യരാണ്, സാധാരണയല്ല. അസാധാരണം സാധാരണമല്ലാത്തത്. അവർ അസാധാരണ കേൾവിയും കാഴ്ചയും അസാധാരണ ശേഷിയുമുള്ളവരാണ്. നമ്മൾ സാധാരണ കേൾവി, അതിനപ്പുറം കേൾക്കും അമ്പിയാക്കൾ. സാധാരണ കാഴ്ച, അതിനപ്പുറം കാണും അമ്പിയാക്കൾ. ഉദാഹരണം പറയാ, നമുക്ക് നമ്മളെ ചെവിൻ്റെ പരിധിയിൽ പറ്റെങ്കിലേ നമ്മൾ കേൾക്കുള്ളൂ. ഇപ്പോൾ ഇത് നമ്മളെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൻ്റെ അപ്പുറത്ത് ബിൽഡിങ്ങിൽ അവിടെ ടീച്ചറും കുട്ടികളും ഒക്കെ നല്ലോ ഒച്ചിട്ട് പലതും പറയും. നമ്മൾ കേൾക്കുമോ? നമുക്കത് കേൾക്കാൻ കഴിയൂല. എന്നൊരു നബിയാണെങ്കിൽ ആ നബി അത് കേൾക്കണമെന്ന് ഉദ്ദേശിച്ചാൽ കേൾക്കും. മറ്റൊന്ന്, നമുക്ക് നമ്മളെ ബാക്കിൽ നിന്ന് ഒരാൾ നമ്മളെ തോണ്ടിയാൽ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് അഷ്റഫേ എനിക്ക് തോന്നണ്ട കേട്ടോ എന്ന് നമ്മൾ പറയും. എന്നാൽ ഒരു നബിയാണെങ്കിൽ ആ നബിക്ക് ബേക്ക് നോക്കാതെ തന്നെ ബേക്കത്തെ കാര്യം പറയാൻ പറ്റും. അപ്പോൾ നമ്മളെ സാധാരണ കേൾവിയല്ല, സാധാരണ കാഴ്ചയല്ല. അവരുടെ മഹത്വത്തിന് ഭംഗം വരാത്ത ചെറിയ രോഗങ്ങൾ അവർക്കുണ്ടാവാം. ഉസ്താദ് പറഞ്ഞു, ഇർഫാന്റെ ചോദ്യം, അവർക്ക് രോഗമുണ്ടാകുമോ? മോനെ, രോഗം 2 വിധമുണ്ട്. മഹത്വത്തിന് മോശം വരുന്ന രോഗം, മഹത്വത്തിന് മോശം വരാത്ത രോഗം. പനിയാണോല്ലോ, എന്നാ പനിച്ചേ? അത് 2 ദിവസമായി, അത് മാറിക്കോളും. തലവേദനയാണോല്ലോ,